ഡിഐജി യതീഷ് ചന്ദ്രയ്ക്ക് സ്വാഗതമോദിയും സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന് യാത്രയയപ്പ് നൽകിയും കണ്ണൂർ പോലീസ്. കണ്ണൂർ ഏറെ മാറിയെന്ന് യതീഷ് ചന്ദ്ര പറഞ്ഞപ്പോൾ കണ്ണൂരിൽ പോലീസ് നേരിട്ട വെല്ലുവിളിയും വളപട്ടണം കവർച്ചയടക്കം തെളിയിച്ചതിന്റെ അഭിമാനവും നിറഞ്ഞതായിരുന്നു കമ്മീഷണർ അജിത് കുമാറിന്റെ യാത്രയയപ്പിലെ മറുപടി പ്രസംഗം. കണ്ണൂരുമായി ഡിഐജി യതീഷ് ചന്ദ്രക്കുള്ളത് ആത്മബന്ധമാണ്. IPS നേടി കേരള കേഡറിൽ എത്തിയ യതീഷ് ചന്ദ്രയുടെ ആദ്യ കളരി കണ്ണൂരായിരുന്നു. ASP ആയി കണ്ണൂരിൽ നിന്ന് ഔദ്യോഗിക ജീവിതം തുടങ്ങിയ യതീഷ് ചന്ദ്ര കൊച്ചിയിലും തൃശൂരിലും കമ്മീഷണറായതിനു ശേഷം പോലീസ് മേധാവിയായി വീണ്ടും കണ്ണൂരിൽ എത്തി. സംഭവ ബഹുലമായിരുന്നു യതീഷ് ചന്ദ്രയുടെ കണ്ണൂർ കാലം. കോവിഡ് കാലത്ത് കണ്ണൂരിൽ പോലീസ് നടത്തിയ ഓരോ ഇടപെടലും സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ജനങ്ങൾക്ക് ഒരു വിളിപ്പാടകലെ പോലീസിനെ സജ്ജമാക്കിയ യതീഷ് ചന്ദ്ര അങ്ങനെ സൂപ്പർ സ്റ്റാറായി. കണ്ണൂരിൽ നിന്ന് മടങ്ങിയ യതീഷ് ചന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ബാംഗ്ലൂരിലേക്ക് പോയി. വീണ്ടും കണ്ണൂരിൽ യതീഷ് ചന്ദ്ര തിരിച്ചെത്തുമ്പോൾ സോഷ്യൽ മീഡിയയിലും യതീഷ് ചന്ദ്ര നിറഞ്ഞു നിൽക്കുകയാണ്. കണ്ണൂർ ആകെ മാറിയെന്നായിരുന്നു DIGയായി തിരികെ എത്തിയ യതീഷ് ചന്ദ്രയുടെ ആദ്യ പ്രതികരണം. ആദ്യം കണ്ണൂരിലേക്ക് വരാൻ ഓഫീസർമാർ ഒരുപാട് പേടിക്കേണ്ട ഒരു അവസരങ്ങളും ഉണ്ടായിരുന്നു. മുമ്പ് എനിക്ക് ASP അണ്ടർ ട്രെയിനിങ് ആയിട്ട് കൊടുത്തപ്പോൾ കണ്ണൂരിൽ ചില ആളുകൾ ലാഫ്ഡ് അറ്റ് അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, ദിസ് വാസ് ദ ടോക്ക്. അപ്പോൾ ഇവിടെ വന്ന ശേഷം മനസ്സിലായി കണ്ണൂർ ഈസ് എ ഡിഫറെൻറ്റ്, എന്താ പറയാം, ഒരു കൾച്ചർ തന്നെ ഡിഫറെൻ്റ് ആണ്. ഈ കൾച്ചറിന് ആറ് പഠിക്കുമോ, കണ്ണൂർ മീൻസ് ഇറ്റ്സ് നോട്ട് ഓൺലി കണ്ണൂർ, കണ്ണൂർ, കാസർഗോഡ്, വാട്ട് എവർ നോർത്തേൺ മലബാറിൻ്റെ കൾച്ചർ തന്നെ ഡിഫറെൻ്റ് ആണ്. സോ ആ കൾച്ചറെ ആറ് നന്നായിട്ട് പഠിക്കുമോ, ആ പഠിച്ചിട്ട് അത് പ്രകാരം നമ്മൾ റിയാക്ഷൻ കൊടുക്കും, ആ ഓഫീസേഴ്സ് വിൽ ബി ഡൂയിങ് എ എക്സലന്റ് സർവീസ് ഹിയർ. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും പോലീസ് അസോസിയേഷനും ചേർന്ന് കണ്ണൂരിൽ നൽകിയ യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു യതീഷ് ചന്ദ്ര. കണ്ണൂരിന്റെ ജനകീയ കമ്മീഷണർ എന്ന വിശേഷണം സ്വന്തമാക്കിയാണ് അജിത് കുമാറും കണ്ണൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്നത്. 2 വർഷത്തിനിടയിൽ പല സങ്കീർണമായ കാര്യങ്ങളിലൂടെയും കണ്ണൂർ കടന്നുപോയി. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പേരുകേട്ട കണ്ണൂർ പൊതുവെ ശാന്തമായിരുന്നുവെങ്കിലും അജിത് കുമാർ ചുമതലയേറ്റ 15ാമത്തെ ദിവസം തലശ്ശേരിയിൽ ഉണ്ടായ രാഷ്ട്രീയ കൊലപാതകം പോലീസിന് വെല്ലുവിളിയായിരുന്നു. പക്ഷേ മുഖം നോക്കാതെ പ്രതികളെ മുഴുവൻ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു. അതുവഴി ക്രമസമാധാനം ഉറപ്പാക്കുകയും ചെയ്തു. പ്രമാദമായ ട്രെയിൻ തീവെപ്പ്, വളപട്ടണത്തെ വൻ കവർച്ച തുടങ്ങിയ കേസുകളുടെ അന്വേഷണവും സംസ്ഥാന തലത്തിൽ തന്നെ പോലീസിന്റെ യശസ്സുയർത്തി. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണവും പോലീസ് കുറ്റമറ്റ രീതിയിൽ നടത്തി. കണ്ണൂരിൽ നടന്ന ഈ അന്വേഷണങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചായിരുന്നു കമ്മീഷണർ അജിത് കുമാറിന്റെ മറുപടി പ്രസംഗം. രജിത്ത് ആണ് ഇവിടെ നമുക്ക് കാപ്പാസേലിന്റെ ഒരു ആളുള്ളത്. ഫോർ എക്സാമ്പിൾ ആണ് രജിത്ത് മാത്രമല്ല, എല്ലാം പോലീസുകാരുടെ റോളാണ്. പക്ഷേ ഈസ് കൺട്രോളിംഗ്, വൺ പോലീസ് പേഴ്സൺ ഈസ് കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ സിറ്റി ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ. അതുപോലെ നാർക്കോട്ടിക് സെൽ, നമുക്ക് ഡാൻസ് ഓഫ് ടീം, അതുപോലെ തന്നെ എല്ലാം പോലീസ് സ്റ്റേഷനുകൾ ഹു ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു മോണിറ്ററിംഗ് ഓഫ് ദിസ് അക്യൂസ്ഡ്. കുറെ കാപ്പ വയലേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. ഈ ടീം എഫേർട്ട് ആയതുകൊണ്ടാണ് ഈ ലോ ആൻഡ് ഓർഡർ നമുക്ക് കൺട്രോളിൽ ഉള്ളത്. എന്നെ മെസ്സേജ് ഡിപ്പാർട്ടിംഗ് മെസ്സേജ് ആണ്. ഈ കൺട്രോൾ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. യതീഷ് ചന്ദ്ര കണ്ണൂരിൽ നിന്ന് പോകുമ്പോൾ DIGയായി വീണ്ടും കണ്ണൂരിലേക്ക് തങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് അന്ന് ASP KV വേണുഗോപാൽ പറഞ്ഞതും യതീഷ് ചന്ദ്ര ഓർമ്മിപ്പിച്ചു. കമ്മീഷണർ അജിത് കുമാറും കണ്ണൂരിലേക്ക് വീണ്ടും എത്തുമെന്ന ആശംസയും ഉദ്യോഗസ്ഥർ നേർന്നു. യാത്രയയപ്പ് ചടങ്ങിൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PA ബിനു മോഹൻ അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ SP KV വേണുഗോപാൽ, ASP ട്രെയിനി കാർത്തിക്, KPOA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാജൻ വെള്ളോറ, PV രാജേഷ്, ഷൈജു മാച്ചാത്തി, K രാജേഷ്, VV സന്ദീപ് കുമാർ, T പ്രജീഷ്, V സിനീഷ്, NP കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.